പക്ഷേ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ നയതന്ത്രം, വിദേശകാര്യ നയം, ഒപ്പം വ്യാപാര കരാറുകൾ എന്നത് അങ്ങേയറ്റം സങ്കീർണമാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയാണ് ഈ കരാറുകൾ ബാധിക്കുക, ഒപ്പം ഓരോ രാജ്യങ്ങളിൽ നിന്നും വിവിധ പ്രൊഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വില എന്നത് മാത്രമല്ല ബാധകമാവുക, അതെങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് എത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കുമ്പോൾ അത് ഏതു മാർഗം ആണ് എത്തിക്കുന്നത് നമുക്കറിയാമല്ലോ. കരമാർഗം, കടൽ മാർഗം, വ്യോമമാർഗം ഒക്കെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കും. അതിന് വേണ്ടിവരുന്ന ദൂരം എന്നത് മറ്റ് രാജ്യങ്ങളെ അടക്കം ആശ്രയിക്കേണ്ടതുണ്ടോ എന്നത്, ഇങ്ങനെയായ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ആ ഉൽപ്പന്നത്തിന് ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ എത്ര എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഇന്ത്യ പലപ്പോഴായി നിലപാട് ആവർത്തിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ ആവശ്യം ഒട്ടേറെയുള്ള രാജ്യമാണ്. അവിടെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് എവിടെ നിന്നാണോ അസംസ്കൃത എണ്ണ കുറഞ്ഞ വിലയിൽ ലഭിക്കുക, അവിടെ നിന്ന് ഇന്ത്യ വിപണിയിലേക്ക് എണ്ണ എത്തിക്കും എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അമേരിക്കയുടെ ആവശ്യം ഒരു പരിധിവരെയെങ്കിലും അംഗീകരിക്കും എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതെന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് വെനസ്വേലയിൽ നിന്ന് ഇനി മുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട് എന്നത് വ്യക്തമാക്കുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെയാണ്. വെനസ്വേല ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് എന്നതുകൂടിയാണ്. ആ ഡേറ്റ കൂടി ഞാനൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതായത് എന്തൊക്കെയാണ് ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്ന നിലയിലേക്ക് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജി എന്ത് എന്നത് ആണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അടുത്ത പ്പെട്ട ഇന്ത്യയുടെ നിലപാടെന്ത് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. അതെന്ത് എന്നതാണ് നോക്കേണ്ടത്. അതായത് വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുമോ എന്ന ചോദ്യത്തിന് വെനസ്വേല എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു വ്യാപാര പങ്കാളിയല്ല എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനുള്ളത്. നേരത്തെയും വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു എന്നതാണ്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യം തന്നെയാണ് വെനസ്വേല. അവിടെ വളരെ കൃത്യമായി ഇന്ത്യ പറയുന്നത് 2008 മുതൽ ഇന്ത്യ വെനസ്വേലയുമായി എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യ നൽകുന്ന മുൻഗണന എന്നതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത്. വേണമെങ്കിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാം എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അതായത് റഷ്യൻ എണ്ണയെ തള്ളുന്ന ഒരു നിലപാട് ഇന്ത്യ അതേസമയം സ്വീകരിച്ചിട്ടില്ല എന്നതും വ്യക്തമാക്കേണ്ടതാണ്. അതായത് നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങളിലായി വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും അത് നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് പലപ്പോഴായി ഈ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ആയിരുന്നു ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചു. അങ്ങനെ 2019-20 കാലഘട്ടത്തിലും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു വെനസ്വേലയിൽ നിന്ന്. 2023-24 കാലഘട്ടത്തിലും ഇന്ത്യ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ടുണ്ട്. അത് തുടരുന്ന സാഹചര്യത്തിലും ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, അങ്ങനെ ഇന്ത്യ വെറുതെ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നതാണ്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ച് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങുകയാണ് എങ്കിൽ അത് ഇന്ത്യക്ക് ലാഭകരം ആകും എന്ന വിലയിരുത്തലുണ്ട്. അത് SBIയുടെ റിസർച്ച് സെന്ററാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നത്. അതായത് ഒരു ബാരലിന് $10 മുതൽ $12 വരെ കുറഞ്ഞ വിലയിൽ ഒരു പക്ഷേ ഈ വെനസ്വേല ഇന്ത്യക്ക് ഇനി എണ്ണ നൽകിയേക്കാം. അങ്ങനെയെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ലാഭകരമായി എണ്ണ വാങ്ങാൻ പറ്റുന്നത് വെനസ്വേലയിൽ നിന്നാണ്. നിലവിൽ $51 എന്നതാണ് ഒരു ബാരലിന് വെനസ്വേല ഈടാക്കുന്ന തുക. $51 എന്നതാണ്. അവിടെയാണ് $10 മുതൽ $11 വരെ കുറയുകയാണ് എങ്കിൽ ഇന്ത്യക്കൊരു പക്ഷേ $40 താഴെ ബാരൽ എണ്ണ ലഭിക്കും എന്നുള്ളതാണ്. ഒരു ബാരലിന് $40 എന്ന നിലയിലേക്ക് എണ്ണ ലഭിക്കും എന്നതാണ്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് $300 കോടി
അതായത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, $300 കോടി ആണ്, ഇന്ത്യൻ റുപ്പി അല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. $3 ബില്യൺ ഇന്ത്യക്ക് ലാഭിക്കാനാകും എന്നതാണ് SBI പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ അറിയേണ്ടത് വെനസ്വേല ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ തരുമോ എന്നതാണ്. അതോടൊപ്പം തന്നെ ഷിപ്പിങ്ങിലുണ്ടാകുന്ന കാലതാമസം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ അതെല്ലാം ഇൻഷുർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നതാണ് ഈ ചരക്ക് കപ്പലിന് തീപിടിച്ചു, ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്നതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻഷുർ ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഇൻഷുറൻസിന് ഒരു തുക നൽകേണ്ടതായി വരും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവിടെ മറ്റൊരു സാധ്യത കൂടിയുള്ളത്, ഇനി അറിയേണ്ടത്, ഈ സൂചിപ്പിച്ചു കഴിഞ്ഞു, റഷ്യയിൽ നിന്ന് പൂർണ്ണമായും ഇന്ത്യ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയാൽ റഷ്യ ഇനി ഇന്ത്യക്ക് മേൽ എന്തെങ്കിലും ഓഫറുകൾ വെക്കുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അതായത് വെനസ്വേല നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകാൻ തയ്യാറാകുമോ? അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സാധ്യതകൾ പലതാണ് എന്നാണ് SBIയുടെ റിസർച്ച് വിങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് തീരുമാനമെടുക്കും എന്നത് ഇനി നിർണായകമാണ്. ഈ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ എത്രത്തോളം പരിഹരിക്കാൻ പറ്റും എന്നതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കരാറിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.